ജൂണി വാർത്തയിലേക്ക് വിശദമായി. താനൂർ ദുരന്തത്തിൽ അറ്റ്ലാന്റിക് ബോട്ട് ഉടമ പി നാസറിനെ അല്പസമയത്തിനകം പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കും. പി നാസറിന് മേൽ പോലീസ് കൊലക്കുറ്റം ചുമത്തി. അതേസമയം ദുരന്തമുണ്ടായ തൂവൽ തീരത്ത് ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ താനൂർ നഗരസഭ തീരുമാനിച്ചു. ബോട്ടുടമയ്ക്ക് പ്രാദേശിക CPM നേതാക്കളുമായി ബന്ധമുണ്ടെന്ന വാദവും ശക്തമാണ്. ഇതിന് ഉത്തരവാദപ്പെട്ട ലൈസൻസ് കൊടുത്തതാണ്, ആരതിന് അനുവാദം കൊടുത്തത് എന്ന് നോക്കി അവരെ പേര് ആദ്യം നടപടിയെടുക്കണം. എന്തെങ്കിലല്ലേ ഇതിനെ സംബന്ധിച്ച് ആളുകൾ ഗൗരവത്തിൽ അന്വേഷണത്തിന് ഗവൺമെന്റ് എടുത്തു എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ പേരിൽ അടിയന്തരമായി അന്വേഷണം നടത്തിയതിനോടൊപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോകണം. ഇല്ലെങ്കിൽ ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. പിന്നെ ഈ ബോട്ടുടമ എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ഭരണ സ്വാധീനമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും പരാതികളും കാര്യം വന്നിട്ട് പോലും അത് അവഗണിച്ച് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനം സ്വാഭാവികമായും ഈ കേസിനെയും ബാധിക്കും. ഇപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനെ ഒരു പ്രസരമാണ് എന്നാണ് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണത്തിൽ പ്രധാനമായിട്ടും ആവശ്യം ഈ സർവീസ് നിർത്തിവെച്ച ഈ ബോട്ട് വീണ്ടും സർവീസ് നടത്താൻ ഇതിന്റെ ബാക്കിൽ ആരാ പ്രവർത്തിച്ചത് അവരെ കണ്ടെത്തണം. ഇനി വേറെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചെങ്കിലും അവരെയും കണ്ടെത്തണം. യഥാർത്ഥ പ്രതികളെ ഇതിന്റെ മുന്നിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും അവതരിപ്പിച്ചു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ നാസറിനെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? ഈ കേസിലെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ എന്താണ്? എന്തോ അല്പസമയം മുൻപാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ താനൂർ DVSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പി നാസറിനെ പരപ്പനങ്ങാടി കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 6 മണിക്കുള്ളിൽ കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ആയിരിക്കും ഹാജരാക്കുക. ഇന്നലെ വൈകുന്നേരമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി വരെ സമയമുണ്ട്. ഇന്ന് പകൽ മുഴുവൻ SP-യുടെയും DYSP-യുടെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പിടികൂടാനുണ്ട്. ഒന്ന് ഈ ബോട്ടിലെ ഡ്രൈവർ, അതുപോലെ ഡ്രൈവറുടെ സഹായിയായിട്ടുള്ള ദിനേശനും രാജനും. ഇവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ ഹാജരാക്കി ഇവരെ ഉടൻ തന്നെ കസ്റ്റഡി എടുത്തേക്കില്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുക്കലും തെളിവെടുപ്പും അല്പം സമയമെടുത്തേക്കും എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട്. എന്താണെങ്കിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളുടെ അറസ്റ്റാണ്. ഈ കേസിൽ ഈ അപകടം സംഭവിച്ച സമയത്ത് തന്നെ ഇയാൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നെന്നും എന്നാൽ പോലീസിന്റെ നീക്കം അതിന് തടയിട്ടുവെന്നുമാണ് പോലീസ് അവകാശപ്പെടുന്നത്. അതേസമയം ഇയാൾക്കെതിരെ ആദ്യം നരഹത്യ കുറ്റം മനഃപൂർവ്വമല്ല നരഹത്യ മാത്രമായിരുന്നു ചുമത്തിയിരുന്നത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൂടി കൊലക്കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വലിയ വകുപ്പുകൾ ചുമത്താൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. അത്രമാത്രം ഗൗരവത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മറുവശത്ത് മുസ്ലിം ലീഗ് MLA KPM മജീദ് അടക്കമുള്ളവർ ഈ പോലീസിനും ഇയാളുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി വരുന്നുണ്ടെങ്കിൽ പോലും ഇയാളിന് ചുമത്താൻ കഴിയുന്നത് ഏറ്റവും ശക്തമായ കുറ്റം തന്നെ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. എൽദോ ശരി, CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്, വിവരങ്ങൾ നൽകിയത്. താനൂർ ബോട്ട് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ജലദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിൽ സർക്കാരിനെയും ഉദ്യോഗസ്ഥരെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. വെള്ളിയാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കുട്ടികളടക്കം മരിച്ച താനൂർ ബോട്ട് അപകടം ഹൃദയം തകർക്കുന്നതാണെന്ന് ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രനും ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു. ആദ്യമായല്ല സംസ്ഥാനത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത്. കുമരകം, തട്ടേക്കാട്, തേക്കടി അടക്കമുള്ള അപകടങ്ങളിൽ നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല. എല്ലാ തവണയും അന്വേഷണമുണ്ടാവും, എന്നാൽ തുടർ നടപടികൾ ഉണ്ടാവില്ല. ബോട്ടുകളിൽ അമിതഭാരത്തിൽ ആളുകളെ കുത്തിനിറയ്ക്കുന്നത് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയുന്നില്ല. പോലീസുകാരും വില്ലേജ് ഓഫീസറുമെല്ലാം സ്ഥലത്തുണ്ട്. അധികാരികൾ എന്ത് ചെയ്യുകയാണെന്നും കോടതി ചോദിച്ചു. അപകടത്തിൽ മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുക മാത്രമല്ല സർക്കാർ ചെയ്യേണ്ടത്, നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഓരോ അപകടങ്ങൾ കഴിയുമ്പോഴും ബന്ധപ്പെട്ടവർ കണ്ണടയ്ക്കുകയാണ്. താനൂർ നഗരസഭയ്ക്കും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. പല ചോദ്യങ്ങൾക്കും നഗരസഭ മറുപടി പറയേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറി, കളക്ടർ എന്നിവരെ കേസിൽ എതിർകക്ഷികളാക്കി. ജില്ലാ കളക്ടർ 12-നുള്ളിൽ അപകട കാരണം കണ്ടെത്തി റിപ്പോർട്ട് നൽകണം.
പോർട്ട് ഓഫീസറോടും കോടതി വിശദീകരണം തേടി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാരെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. കേസിനെ 12-ന് പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. താനൂർ ബോട്ട് അപകടത്തിൽ തെരച്ചിൽ തുടരുകയാണ്. 3-ാം ദിവസമായ ഇന്ന് ഫയർഫോഴ്സ്, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. അപകടത്തെ തുടർന്ന് ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാനാണ് പരിശോധന. ഇന്നത്തെ പുരോഗതി വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ ദിവസങ്ങളിൽ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അപകടത്തിൽ 22 പേരാണ് മരിച്ചത്. 10 പേർ ചികിത്സയിൽ തുടരുന്നു. 5 പേർ അന്ന് തന്നെ രക്ഷപ്പെട്ടിരുന്നു. താനൂർ ബോട്ട് ദുരന്തത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉന്നതതല യോഗം വിളിച്ചു. മാരിടൈം ബോർഡിനോട് സർക്കാർ വിശദീകരണം തേടി. അപകടം എങ്ങനെ സംഭവിച്ചുവെന്ന് വിശദീകരിക്കണം. ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ചയാകും. ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിന്റെ ബോട്ടുകളിലും പരിശോധന കർശനമാക്കും. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നേരത്തെ നടത്തിയ പരിശോധനയിലെ റിസൾട്ട് എന്തു തന്നെയായിരുന്നാലും പുതിയ സാഹചര്യത്തിൽ ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അങ്ങനെ പരിശോധന നടത്തി ഓരോ ബോട്ടിന്റെയും നിജസ്ഥിതി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ എല്ലാ കാര്യങ്ങളും പുറത്തുവരുമെന്നും റിപ്പോർട്ടിനെ തുടർന്ന് നടപടിയുണ്ടാകുമെന്നും മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. അല്ല, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അതിനു പുറമെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടി ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം സാധാരണ ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സാങ്കേതിക വിദഗ്ധർ കൂടി ഉൾപ്പെടുന്ന അന്വേഷണമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ബോട്ട് അപകടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുൻകാല റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അതിൽ വിശ്വാസമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. അപകടം മനുഷ്യനിർമ്മിതമാണോ എന്ന കാര്യമെല്ലാം അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പറയാൻ കഴിയൂവെന്നും ഗവർണർ പ്രതികരിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഗവർണറുടെ ഈ പ്രതികരണം. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് ഓടിച്ചിരുന്ന ആൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് പ്രദേശവാസികൾ. വേറെ മത്സ്യത്തൊഴിലാളി ബോട്ടിന്റെ അപകടാവസ്ഥ നേരത്തെ തന്നെ ഉടമയോട് അറിയിച്ചിരുന്നു. പണം ഉദ്യോഗസ്ഥർക്ക് നൽകിയാണ് സർവീസ് നടത്തിയതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. നാടിനെ നടുക്കിയ ബോട്ട് അപകടത്തിൽ നിരവധി ആരോപണങ്ങളാണ് നാട്ടുകാർക്കിടയിൽ നിന്നുയരുന്നത്. ബോട്ട് ഓടിച്ചിരുന്നയാൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന ഗുരുതര ആരോപണമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. മറ്റൊരു മത്സ്യത്തൊഴിലാളി ബോട്ടിന്റെ അപകടാവസ്ഥ നേരത്തെ ഉടമയോട് അറിയിച്ചിരുന്നു. എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ബോട്ട് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ ബോട്ട് ഓടിക്കുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ല. പേര് ദിനേശൻ, പാളപ്പുറം അഡ്രസ് അവൻ്റെ. ഈ നേരെ കേക്ക് വശത്താണ് അവൻ്റെ വീട്. ഈ ബോട്ടിന് പേപ്പറും ഇല്ല, ഒന്നുമില്ല. ഈ ബോട്ട് ജസ്റ്റ് നമ്മളൊരു സുഹൃത്ത് ചാലിയത്തുള്ളതാണ്, ബേപ്പൂരുള്ളതാണ്. അവനവിടെ കടക്കമുങ്ങ പണിക്കാരനാണ്. അവൻ ഈ ബോട്ട് കണ്ടപ്പോൾ തന്നെ ഇതിൽ വന്ന് അവരോട് പറഞ്ഞാണ് ഈ ബോട്ട് ഒരു 10 ആളെ മുകളിൽ കൂടുതൽ നിങ്ങൾ ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിയുന്നുള്ളത്. ഈ ബോട്ടിന് പേപ്പർ ഇല്ല എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയണ കാര്യമാണ്. പണത്തിൻ്റെ ഒരൊറ്റ പവറിലാണ് ഈ ബോട്ട് ഇവിടെ ഓടിയുന്നത്. നാസറിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പോലീസിൽ നേരത്തെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോഴും ഞാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ജാക്കറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു ജോലിക്കാരനും കൂടെയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ SIയും സാറുമാരൊക്കെ അവിടെ ഉണ്ട്. ഇന്നലെ മരിച്ച പോലീസുകാരന് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവന് ഇന്നലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിപ്പോയതാണ്. അവനെ കൊണ്ടുപോയത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇവനാണ്, ഇസ്മായിലാണ്. ഒരു ടിക്കറ്റിന് 100 രൂപയാണ് ചാർജ് ഈടാക്കിയിരുന്നത്. ബോട്ടിൽ ജീവനക്കാരായി 3 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റു ബോട്ടുകളുമായി നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ഓർത്തെടുക്കുന്നു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പരപ്പനങ്ങാടിയിൽ 22 പേരുടെ ജീവൻ നഷ്ടമായ ബോട്ട് അപകടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. അപകടത്തിൽപ്പെട്ട ബോട്ട് മുൻപും അപകടകരമായ രീതിയിലാണ് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ശ്രാങ്ക് ദിനേശനും സഹായികളും ഒളിവിലാണ്. എന്നാൽ ഇവർ ഉടമസ്ഥനോടൊപ്പം മുൻപ് നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇതിൽ പാടുന്ന ആളാണ് ദിനേശൻ. ആസ്വദിച്ചിരിക്കുന്നത് ഉടമസ്ഥൻ നാസർ. കൂടെ പാടുന്നത് സഹായിയും. അപകടം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്
മറ്റൊരു ബോട്ടിൽ ഇവർ നടത്തിയ ആഘോഷമാണിത്. എല്ലാ ദിവസവും അപകടകരമായ രീതിയിലാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിന്റെ മുന്നേ ഒരുപാട് പരാതികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. കളക്ടർക്ക് വരെ പരാതി പോയിട്ടുണ്ട്. ബോധിപ്പിക്കാൻ അടുത്തെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എന്ത് സ്വാധീനത്തിന്റെ പേരിലാണ് വീണ്ടും ഈ ബോട്ട് ഈ പുഴയിൽ ഓടിയെന്ന് നമുക്കറിയില്ല. കാരണം ഞങ്ങളെ നാട്ടുകാരെ ആളുകൾ ഈ ബോട്ട് ഇവിടെ കാണുക എന്നല്ലാതെ ഇന്ന് വരെ ഇതിലേക്ക് കയറി നോക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ അത്രയ്ക്കും സേഫ്റ്റി അല്ല. അത് ഒരു കുടുംബം മൊത്തം കയറിയിട്ട് അവർക്ക് ഇതിന്റെ ബോട്ടിന്റെ പോക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അപകടമായ അവസ്ഥയിലാണ് പോകുന്നത്. അതുകൊണ്ട് അവർ വഴിയിൽ അത്ര ദൂരം പോയിട്ട് തിരിച്ച്. ബോട്ടുടമ നാസറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദിനേശനും സഹായികളും ഒളിവിലാണ്. ഇവരെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നിയമം ലംഘിച്ചാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അധികൃതരുടെ ഒത്താശയില്ലാതെ ഇതൊന്നും നടക്കില്ല എന്നും ഉറപ്പാണ്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 മലപ്പുറം. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴും ജനരോഷം തണുപ്പിക്കാൻ സർക്കാരുകൾക്ക് എളുപ്പവഴിയാണ് ജുഡീഷ്യൽ അന്വേഷണം. താനൂർ ദുരന്തത്തിലും സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതിനു മുൻപുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിൽ പലതും ഇനിയും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ പ്രഹസനങ്ങൾ കൊണ്ട് എന്തു കാര്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തെ കരയിച്ച ജലദുരന്തങ്ങൾ നിരവധിയാണ്. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ തന്നെയാണ് അപകടങ്ങൾക്കെല്ലാം കാരണമായത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരുകൾ അന്വേഷണം പ്രഖ്യാപിക്കും. എന്നാൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ പിന്നീട് ഉണ്ടാകാറില്ല. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാറുമില്ല. താനൂരിന് മുൻപും ജലദുരന്തങ്ങളിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടുകളും അവയിലെ ശുപാർശകളും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് മാത്രം. ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പായിരുന്നു 2002 കുമരകം ബോട്ട് ദുരന്തം അന്വേഷിച്ചത്. താനൂരിലേതിന് സമാനമായി അവിടെയും അപകടകരമായത് അമിതമായി ആളെ കയറ്റിയതായിരുന്നു. ബോട്ടിന്റെ കാലപ്പഴക്കവും പ്രശ്നമായി. 2 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതേ കാരണത്താൽ താനൂരിലും ദുരന്തമുണ്ടായി. തട്ടേക്കാട് കേരളത്തെ കരയിച്ചത് 2007. അപകടങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഉതകുന്ന സമഗ്ര നിയമനിർമ്മാണമായിരുന്നു MM പരീത്പിള്ള അന്വേഷണ കമ്മീഷന്റെ പ്രധാന ശുപാർശ. അതും ജലരേഖ മാത്രമായി മാറി. തേക്കടി ബോട്ട് ദുരന്തം അന്വേഷിച്ചത് ജസ്റ്റിസ് ഇ മെയ്തീൻ കുഞ്ഞ് കമ്മീഷൻ. അമിതമായി ആളെ കയറ്റിയത് തന്നെയായിരുന്നു 2009 ഈ അപകടത്തിനും കാരണം. നിലവാരമില്ലാത്ത ബോട്ട് വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി ശുപാർശ ഉൾപ്പെടെ ഒന്നും സർക്കാർ വകവെച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ ബോട്ടുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കണമെന്ന ശുപാർശകളും നടപ്പാക്കുന്നില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാകും സർക്കാർ സംവിധാനങ്ങളുടെ ജാഗ്രത. തേക്കടിയിൽ, തട്ടേക്കാട്ട്, കുമരകത്ത് ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോഴും കേരളം ഞെട്ടും. അധികാരികൾ ദുരന്തമുഖം സന്ദർശിക്കും, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും. പിന്നെ ആ അന്വേഷണ റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിലെ അസംഖ്യം ഫയലുകളിൽ ഒന്നു മാത്രമായി തീരും. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതാ നടപടികൾ, മുൻകരുതൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങളെക്കാൾ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നതും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദയാത്രാ ബോട്ടുകൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ പലതും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് താനൂരിലെ ദുരന്തം സൂചിപ്പിക്കുന്നത്. അപായമുണ്ടാകുമ്പോൾ മാത്രമാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കുറിച്ച് നാളത്തേക്കെങ്കിലും കർശനമായി നടപ്പിലാക്കുന്നത്. 2002 കുമരകം ബോട്ട് ദുരന്തത്തിന് ശേഷം ബോട്ടുകളിൽ സേഫ്റ്റി കമ്മീഷനെ നിയമിക്കുന്നതിന് നൽകിയ ശുപാർശ ഇതുവരെ നടപ്പായില്ലെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വ്യക്തമാക്കുന്നു. വളരെ പഴക്കം ചെന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ ബോട്ടുകൾ ഇപ്പോഴും സർവീസ് നടത്തുന്നതിന് നേർസാക്ഷ്യമാണ് താനൂർ ബോട്ട് അപകടം. വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതും കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്നതുമായ മേഖലയാണ് ഹൗസ് ബോട്ട് ടൂറിസം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കേരളത്തിന് അവമതിപ്പുണ്ടാക്കും. കേരളത്തിലേക്ക് വരുന്നതിൽ വിദേശ സഞ്ചാരികൾക്ക് ആശങ്കയുണ്ടാകുമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് 2002 നടന്ന കുമരകം ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നതിങ്ങനെ: ഓവർലോഡിംഗ് and hitting an object beneath the water level. അപ്പോൾ അത് കണ്ടുപിടിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. ഇതിപ്പോൾ 4ാമത്തെ ആക്സിഡൻറ്റാണ്. ഇത് ഇൻ്റർനാഷണലായിട്ടൊക്കെ ആൾക്കാർ അറിയപ്പെട്ട കേരളത്തിലേക്ക് ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ ആൾക്കാർ വരാൻ മടിക്കും. ഇവിടുത്തെ സേഫ്റ്റി റെഗുലേഷൻസ് ഒന്നും അത്ര പാകമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വിഷയത്തിലിറക്കുന്ന സർക്കാരിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഒരു സേഫ്റ്റി കമ്മീഷണർ വേണമെന്ന് താൻ നിർദ്ദേശം നൽകിയിരുന്നു. ബോട്ടുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാം വർഷം തോറും പരിശോധിക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. ബോട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ്.
ഓവർലോഡ് പ്രിവെൻറ്റ് ചെയ്യണം. ഇത് ടൈമിലി ഇത് ഓവർഹോൾ ഇതിൻ്റെ ബോട്ടിൻ്റെ റിപ്പയേഴ്സൊക്കെ നടത്തണം. ക്വാളിഫൈഡ് ഇതിൻ്റെ ഓടിക്കാനുള്ള ആളുടെ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ടെസ്റ്റ് ചെയ്യണം. സർപ്രൈസ് വിസിറ്റ് വേണം. ന്യൂസ് 18 കൊച്ചി. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ ബോട്ടുകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി. അനുവദിച്ചതിൽ കൂടുതൽ ആളുകളെ ബോട്ടിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിൽ കൊച്ചി മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചാണ് വിനോദസഞ്ചാരികൾക്കായി കൂടുതലും ബോട്ട് സർവീസുകൾ ഉള്ളത്. ബോട്ടുകളുടെ ലൈസൻസും ഫിറ്റ്നസും സംബന്ധിച്ച കാര്യങ്ങൾക്ക് പലപ്പോഴും പരിശോധനകൾ നടത്താറുണ്ടെങ്കിലും യാത്രക്കാരുടെ ലൈഫ് ജാക്കറ്റും ആളുകളുടെ എണ്ണവും സംബന്ധിച്ച് ആരും അന്വേഷിക്കാറില്ല. ഇക്കാര്യങ്ങളിൽ ഇനി കർശന പരിശോധനകൾ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ നോക്കുന്നത് ലൈഫ് ജാക്കറ്റ്സ് ഈ എണ്ണത്തിൽ കവിഞ്ഞിട്ടുള്ള എണ്ണത്തിൽ ലൈഫ് ജാക്കറ്റ്സ് അവർ കരുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രത്യേക ഒരു എണ്ണം ഓൾറെഡി അവർ ലൈസൻസിൽ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ കപ്പാസിറ്റിനേക്കാളും ഒരു 10 or 15 എണ്ണം കൂടുതലായിരിക്കുള്ളൂ ലൈഫ് ജാക്കറ്റ്സിൻ്റെ എണ്ണം പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ഇവർ കരുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കൂടുതലായി നമ്മൾ കഴിഞ്ഞ 2 മാസം മുൻപ് തന്നെ നമ്മളിതിൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഇങ്ങനെയുള്ള പരിശോധനകളും നടത്തി വരുന്നതാണ്. ഓൾറെഡി അവധിക്കാലമായതിനാൽ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആളുകളെ കയറ്റിയാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് ബോട്ടുടമകളെ അറിയിച്ചു. പരിശോധനകളുമായി സഹകരിക്കുമെന്ന് ബോട്ടുടമ സംഘവും വ്യക്തമാക്കി. ഇത്തരം അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ മറ്റു ജനങ്ങളിൽ ഒരു ബോധം വരുത്താൻ എല്ലാം ഇത്തരം ചെക്കിങ്ങുകൾ അനിവാര്യമാണ്. ഞങ്ങൾ പരിപൂർണമായിട്ട് അതിനെ സ്വാഗതം ചെയ്യും. മതിയായ രേഖകളില്ലാതെ സർവീസ് നടത്തിയ ബോട്ട് സർവീസിംഗ് കമ്പനികൾക്കെതിരെ മരട് നഗരസഭ നടപടിയെടുത്തു. ജില്ലയിൽ പലയിടത്തും ഈ രീതിയിൽ നടപടികൾ തുടരുകയാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ മേന്മ പരിശോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണരാറുള്ളൂ. ഈയൊരവസ്ഥയ്ക്ക് ഇനിയെങ്കിലും മാറ്റം വരണം. എങ്കിൽ മാത്രമേ ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ച് തിരുവനന്തപുരം പൂവാറിൽ ബോട്ട് സവാരി. ഒരു വള്ളത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം അതിന്റെ മറവിൽ 10ലധികം വള്ളങ്ങളാണ് ജലയാത്രയ്ക്കിറങ്ങുന്നത്. താനൂർ അപകടത്തിന് ശേഷവും നിയമലംഘനം തുടരുകയാണ്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തലസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൂവാറിൽ ഞങ്ങൾ എത്തിയത്. പൂവാറിൽ ഞങ്ങൾ കണ്ടത് എങ്ങും കാണാത്ത മാഫിയ സംഘങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും അപകടം പതിയിരിക്കുന്ന ഉല്ലാസ യാത്രകളുമാണ്. ഏത് നിമിഷവും ഒരു ജലദുരന്തമുണ്ടാകുമെന്ന നിലയിലാണ് പൂവാറിലെ ബോട്ടിംഗ്. നെയ്യാർ കയങ്ങളിൽ ഏകദേശം 400ഓളം ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. ഒട്ടുമിക്ക ബോട്ടുകളിലും ഗുണനിലവാരമുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. പരമാവധി 16 പേരെ ഉൾക്കൊള്ളുന്ന ബോട്ടുകളിൽ കുഞ്ഞുങ്ങളെയും കൂട്ടി 20 പേർ വരെ ചിലപ്പോൾ യാത്ര ചെയ്യാറുണ്ട്. ലൈഫ് ജാക്കറ്റ് പോലും നൽകാതെയുള്ള യാത്രകളും പതിവാണ്. ഒരു വള്ളത്തിന് സുരക്ഷാ പരിശോധന വാങ്ങിയ ശേഷം അതിന്റെ മറവിൽ 10ലധികം വള്ളങ്ങളാണ് ജലയാത്രയ്ക്കിറക്കുന്നത്. കൂടാതെ ബോട്ട് ഓടിക്കുന്നവർക്ക് സ്ട്രാങ്ക് ലൈസൻസ് ഇല്ല. അതിനു പുറമെ നിയമങ്ങളെ വെല്ലുവിളിച്ച് രാത്രികാലങ്ങളിലും ഉല്ലാസയാത്ര സജീവം. ഒരു ലൈസൻസ് ഉള്ള ആളുടെ ബോട്ട് വെച്ചാൽ 1ലധികം ബോട്ടുകൾ സർവേ നേടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർവേ നേടിയതിനു ശേഷം ലൈസൻസ് ഇല്ലാത്തവരെ വെച്ചാണ് ഓട്ടിക്കുന്നത്. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഓട്ടുന്നത് സർവേ ഇല്ലാത്തവരുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊതുഗതാഗതം നടത്തുമ്പോൾ ലൈസൻസ് ഇല്ലാത്തവർ ഓട്ടിക്കുമ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആരാണ് ഇതിന് മറുപടി പറയുന്നത്? പൂവാറിലെ ജലയാത്രകൾ സഞ്ചാരികളുടെ ജീവന് ഭീഷണിയാണെന്ന കണ്ടെത്തലുകളുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടുകൾ ചുവപ്പ് നാടയിൽ ഉറങ്ങിക്കിടക്കുന്നു. സമീപകാലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥന് നേരെ ഭീഷണിയും ഒടുവിൽ സ്ഥലം മാറ്റം കൂടി വന്നതോടെ പരിശോധനകളും നിലച്ചു. വള്ളങ്ങളും ബോട്ടുകളുമുള്ള ആർക്കും ജലയാത്ര നടത്താമെന്ന സ്ഥിതിയാണ് പൂവാറിലുള്ളത്. എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ജലദുരന്തമുണ്ടാകുമെന്ന നിലയിലാണ് പൂവാറിലെ ബോട്ടിംഗ് സർവീസുകൾ. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയിലേക്ക് തൃശൂരിലെ ലോഡ്ജിൽ യുവതി മരിച്ച നിലയിൽ. തൃശൂരിലെ അൽ അമൻ റെസിഡൻസി ലോഡ്ജിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറീസ സ്വദേശിനിയാണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒപ്പമുണ്ടായിരുന്ന യുവാവ് ഒളിവിലാണ്. ടോം കുര്യാക്കോസ് ചേരുന്ന വിവരങ്ങളുമായി. ടോം, എന്താണ് ഇതുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ?
എൽദോ ഇന്നലെ രാത്രി 9 മണിക്കാണ് ഒറീസ സ്വദേശിനിയായ യുവതിയും ജാർഖണ്ഡ് സ്വദേശിയായ യുവാവും ഈ തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലെ അല്ലമെന്റ് റെസിഡൻസി ലോഡ്ജിൽ മുറിയെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെ ഈ യുവാവ് മുറി പൂട്ടി പുറത്തു പോയിരുന്നു. പിന്നീട് സംശയം തോന്നിയ ലോഡ്ജിലെ ജീവനക്കാർ മുറി പരിശോധിച്ചപ്പോഴാണ് യുവതി മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ഇത് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്ഥലത്തെത്തി മറ്റ് പ്രാഥമികമായ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റും. ഈ ഇരുവരും തമ്മിലുള്ള വിവാഹിതരാണോ അതോ രണ്ടുപേരും തമ്മിൽ ഒരു പ്രണയത്തിലായ ഇത്ര കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇവർ മുറിയെടുത്തത് ഈ കാര്യവും പരിശോധിക്കുന്നു. എന്തായാലും സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഇരുവരും മുറിയെടുത്തത്. ഇന്ന് രാവിലെ മരണം സംഭവിച്ചു, കൊലപാതകം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾ മുറി പൂട്ടി പുറത്തു പോവുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും തൃശൂർ ഈസ്റ്റ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എൽദോ, രണ്ടുപേരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ ടോം? എൽദോ, ഈ ഹോട്ടൽ ഈ ലോഡ്ജിലെ ജീവനക്കാർ നൽകുന്ന വിവരം മാത്രമാണ് നിലവിൽ പോലീസിനും ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ യുവാവും യുവതിയും, യുവതി ഒറീസ സ്വദേശിയും യുവാവ് ജാർഖണ്ഡ് സ്വദേശിയും എന്നാണ് ഈ ലോഡ്ജിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമായിരുന്നു അവർ ഇന്ന് ഈ മരണശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആദ്യഘട്ടത്തിൽ മരിച്ചത് ആരാണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഈ ഹോട്ടൽ ജീവനക്കാർ, ലോഡ്ജിലെ ജീവനക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവ് സംഭവ സ്ഥലത്തു നിന്നും നാട് വിട്ടു, അതായത് ഒരുപക്ഷെ ട്രെയിനിലെ സ്വന്തം നാട്ടിലേക്ക് പോയി എന്നൊരു നിഗമനം പോലീസിനുണ്ട്. എന്തായാലും സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഈ യുവാവിന് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ടല്ലോ. ശരി, ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. യുവതിയോട് അപമര്യാദയെ പെരുമാറിയ ടി അറസ്റ്റിൽ. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസിലെ ടി തിരുവനന്തപുരം സ്വദേശി നിതീഷിനെയാണ് കോട്ടയം റെയിൽവേ പോലീസ് പിടികൂടിയത്. S4 കോച്ചിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരിയോട് B1 കോച്ചിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതായും മോശം പെരുമാറ്റമുണ്ടായതായുമായിട്ടാണ് പരാതി. ആലുവയിൽ വെച്ചായിരുന്നു സംഭവം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ടി മദ്യപിച്ചിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഇന്നലെ നിലമ്പൂരെന്ന് കൊച്ചുവേളിക്ക് വരുന്ന രാജു റാണി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്ന ഒരു 35 വയസ്സുള്ള ഒരു യുവതിയെ ആ ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നിതീഷ് തിരുവനന്തപുരം, അദ്ദേഹം ആ സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുകയും വേറൊരു S4 കോച്ചിലിരുന്ന ആ സ്ത്രീയോട് B1 കോച്ചിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ആ സ്ത്രീയുടെ കൈക്ക് പിടിച്ച് ആ സ്ത്രീക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിയതിന് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഇന്ന് രാവിലെ ഇറക്കി ഇവിടെ ക്രൈം 35 ആയിട്ടൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിനെ ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ട്രെയിനകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ട്രെയിനിലെ ജീവനക്കാർ തന്നെ ഇപ്രകാരം പെരുമാറുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കോട്ടയം റെയിൽവേ പോലീസ് കാണുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ തിരുവനന്തപുരം റെയിൽവേ സൂപ്രണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ശക്തമായ നടപടികൾ എടുക്കുന്നതാണ്. പ്രതിനെ ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി കോടതി നടപടികളിലേക്ക് വിടുന്നതാണ്. ആലുവയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ FIR രജിസ്റ്റർ ചെയ്ത് പ്രതിനെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയതിന് ശേഷം ബാക്കി അനുബന്ധ കാര്യങ്ങൾ എറണാകുളം റെയിൽവേ പോലീസിന് കൈമാറുന്നതാണ്. ഇയാളെ ഇവിടെ കോട്ടയത്ത് ഇറക്കി മെഡിക്കൽ പരിശോധന നടത്തി. മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് ഇദ്ദേഹം വെള്ളമടിച്ചിട്ടു എന്നുള്ളതാണ്. മറ്റു വാർത്തകളിലേക്ക്. അർജന്റീന താരം ലയണൽ മെസ്സി സൗദി അറേബ്യൻ ക്ലബ്ബുമായി കരാർ ഒപ്പിട്ടുവെന്ന റിപ്പോർട്ടുകൾ. വാർത്താമാധ്യമമായ AFP ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദി സന്ദർശനത്തിന് പിന്നാലെ മെസ്സിയെ 2 ആഴ്ചത്തേക്ക് PSG സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സന്ദർശനം എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും സൗദി ക്ലബ്ബുമായി കരാർ ഒപ്പിടാനുള്ള നീക്കമായിരുന്നു എന്നാണ് AFP പറയുന്നത്. വരുന്ന സീസണിൽ മെസ്സി സൗദിയിൽ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ തുകയ്ക്കാണ് ഈ കരാർ എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 3270 കോടി രൂപയ്ക്കാണ് കരാർ എന്നാണ് വിവരം. വാശിയുമേറിയ പ്രചാരണത്തിന് ശേഷം കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും കോൺഗ്രസും. അതേസമയം മൈസൂരു മേഖലയിൽ നേട്ടം ആവർത്തിച്ച് കിങ് മേക്കർ ആകാമെന്ന പ്രതീക്ഷയാണ് JDSനുള്ളത്. കർണാടക വിധാൻസൗധയ്ക്ക് മുന്നിൽ നിന്ന് ER രാകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 40 ദിവസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് ശേഷം കർണാടക നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നിശബ്ദ പ്രചാരണത്തിന് ദിനത്തിൽ വ്യക്തികളെ നേരിട്ട് കണ്ടും വീടുകൾ സന്ദർശിച്ചും വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഒപ്പം തന്നെ ചില നേതാക്കൾ
ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രിയും BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി കൺവീനറുമായ ശോഭാ കരന്ദരെ ബംഗളൂരു നഗരത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ഒപ്പം തന്നെ ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് ഹുബളിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഹനുമാൻ ചാലിസ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ചൊല്ലി. DK ശിവകുമാർ ആകട്ടെ നഗരത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ ആരംഭിച്ചത്. കാരണം കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകളെ നിരോധിക്കുമെന്ന പ്രഖ്യാപനം അത് BJP രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ BHP അടക്കമുള്ള സംഘടനകൾ, ഹിന്ദുത്വ സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ഹനുമാൻ ചാലിസ ചൊല്ലാനുള്ള ആഹ്വാനമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. DK ശിവകുമാറും സമാനമായ രീതിയിൽ ഇന്ന് ക്ഷേത്രത്തിൽ രാവിലെ സന്ദർശനം നടത്തി. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കർണാടകത്തിൽ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം DK ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇങ്ങനെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിനത്തിൽ നേതാക്കൾ പലതരത്തിൽ സജീവമായിരുന്നു. മറ്റു പല നേതാക്കൾ വീടുകൾ നേരിട്ട് കണ്ട്, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ അധികം മത്സരിക്കുന്ന വരുണ മണ്ഡലത്തിലാണുള്ളത്. അവിടെ പ്രവർത്തകരെയും നേതാക്കളെയും നാട്ടുകാരെയും ഒക്കെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രചാരണം നടത്തുകയാണ് സിദ്ധരാമയ്യ. അങ്ങനെ നേതാക്കളെല്ലാം തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കുന്ന ശ്രമത്തിലാണ്. പ്രത്യേകിച്ച് വലിയൊരു പ്രചാരണത്തിനാണ് കർണാടക ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPക്കായി പ്രചാരണം നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസിനായി സജീവമായി കർണാടകത്തിൽ രംഗത്തുണ്ടായിരുന്നത്. ഏതായാലും നാളെയാണ് കർണാടകത്തിൽ വോട്ടെടുപ്പ് നടക്കുക. പ്രത്യേകിച്ച് വലിയ പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നുണ്ട്. BJP 130 മുതൽ 135 വരെ സീറ്റ് പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് 141 അവരുടെ ഒരു മാന്ത്രിക സംഖ്യയായി പറയുന്നത്. JDSും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. JDSനെ ഒഴിവാക്കിക്കൊണ്ടൊരു സർക്കാർ രൂപീകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന പ്രതീക്ഷ അവരും വെച്ചു പുലർത്തുന്നുണ്ട്. രാകേഷിന്റെ റിപ്പോർട്ട്. കർണാടകത്തെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. നിക്ഷേപം, വ്യവസായം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ കർണാടകം ഒന്നാമതെത്തണമെന്നാണ് ആഗ്രഹം. കന്നഡിഗരുടെ സ്വപ്നം തന്റെ സ്വപ്നമാണെന്നും അവരുടെ തീരുമാനം തന്റെ തീരുമാനമാണെന്നും മോദി പറയുന്നു. हर कन्नडिगा की आंखों का सपना मेरा सपना है. आपका संकल्प मेरा संकल्प है. जब हम साथ मिलकर कोई लक्ष्य तय करेंगे तो दुनिया की कोई शक्ति हमें उस लक्ष्य की प्राप्ति से रोक नहीं पाएगी. കർണാടകയിൽ 141 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ ന്യൂസ് 18നോട്. സർവേകളിൽ വിശ്വസിക്കുന്നില്ല. സർവേകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടും. BJPയുടെ ഇരട്ട എഞ്ചിൻ പരാജയപ്പെട്ടതിനാൽ ബജ്രംഗ് ദൾ നിരോധന വിഷയം വൈകാരികമാക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുകയാണ്. എന്നാൽ അത് വിലപ്പോകില്ല. മുഖ്യമന്ത്രി ആരെന്നതിന്റെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും DK ശിവകുമാർ പറഞ്ഞു. Since Prime Minister has failed on its double engine, he is taking an issue which has no issue. First, he should answer to the people of Karnataka in this double engine government what he has done, whether he has helped in creating job, whether he has reduced price rise, whether he has doubled the income of every common man. This issue has to be, he is trying to take things emotionally. Emotional doesn't work. For example, you are an employee. Today, petrol, diesel, gas, all these essential commodity prices up. Whether you have got your extra source of income or your income has been double, that he has to answer to the people, not on this emotional issue which gives never support to the common man. ഒരിടവേളയ്ക്ക് ശേഷം രാജസ്ഥാൻ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തിനെതിരെ ആഞ്ഞടിച്ച് സച്ചിൻ പൈലറ്റ് രംഗത്തെത്തി. സോണിയാഗാന്ധിയല്ല, BJP നേതാവ് വസുന്ധര രാജയാണ് ഗെഹ്ലോത്തിന്റെ നേതാവാണെന്നാണ് പൈലറ്റിന്റെ വിമർശനം. വസുന്ധര രാജയുടെ കാലത്തെ അഴിമതികൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ചിലർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നു. और उस भाषण को सुनने के बाद मुझे ऐसा लगता है कि सम्मान्य मुख्यमंत्री जी की नेता आदरणीय श्रीमती सोनिया गांधी जी नहीं है, बल्कि उनकी नेता वसुंधरा राजे सिंधिया जी हैं. उनकी नेता सोनिया गांधी जी नहीं हैं, बल्कि उनकी नेता वसुंधरा राजे सिंधिया जी हैं.
അഴിമതിക്കെതിരെ വ്യാഴാഴ്ച അജ്മീർ മുതൽ ജയ്പൂർ വരെ ജൻസംഘർഷ് യാത്ര നടത്തുമെന്നും സ്വന്തം നിലയ്ക്കാണ് യാത്രയെന്നും സച്ചിൻ പൈലറ്റ് വ്യക്തമാക്കി. 2020 രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ നടത്തിയ അട്ടിമറി നീക്കം തടയാൻ സഹായിച്ചത് വസുന്ധര രാജയാണെന്ന ഗെഹ്ലോത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മറുപടിയുമായി സച്ചിൻ പൈലറ്റ് രംഗത്തെത്തിയത്. തമിഴ്നാട്ടിലെ PFI കേന്ദ്രങ്ങളിൽ NIAയുടെ റെയ്ഡ്. മധുര, ചെന്നൈ, ഡിണ്ടിഗൽ, തേനി ജില്ലകളിലാണ് റെയ്ഡ് നടന്നത്. പളനിയിലെ പരിശോധനയ്ക്കിടെ മധുര മേഖലാ ചീഫ് മുഹമ്മദ് ഖൈസർ പിടിയിലായി. തമിഴ്നാട് പോലീസുമായി ചേർന്ന് വിവിധ ജില്ലകളിൽ ഒരേ സമയമാണ് NIAയുടെ വിവിധ സംഘങ്ങൾ പരിശോധന നടത്തിയത്. മധുരയിൽ SDPI നേതാവ് അബ്ബാസിന്റെയും പ്രവർത്തകരുടെയും വീടുകളിൽ റെയ്ഡ് നടന്നു. തേനി, കമ്പംമെട്ട് കോളനിയിലെ വിവിധ വീടുകളിലും റെയ്ഡ് നടത്തി. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി സാദിഖിന്റെ വീട്ടിൽ നിന്ന് വിവിധ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തു. മധുരൈ തൊപ്പൈക്കുളത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് യൂസഫിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. PFIയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവിധയിടങ്ങളിലായി ചില പ്രവർത്തകരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിരാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ PFI പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകളിൽ പരിശോധന നടത്തിയ NIA സംഘം രേഖകളും ആർട്ടിക്കിളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. 5 മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കേന്ദ്ര ഏജൻസി പരിശോധന നടത്തുന്നത്. ന്യൂസ് 18 ചെന്നൈ. കശ്മീരിൽ ഭീകരർക്ക് പ്രാദേശിക പിന്തുണ ലഭിച്ചു എന്ന സംശയത്തെ തുടർന്ന് വ്യാപക പരിശോധനയുമായി NIA. 5 ജവാന്മാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് പരിശോധന. ഭീകരർക്ക് താമസ സ്ഥലവും ആയുധ സഹായവും ഭക്ഷണവും നൽകിയെന്നാണ് സുരക്ഷാ സേന കരുതുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരെ ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോപ്പിയാൻ, ആനന്ത്നാഗ്, ബഡ്ഗാം, ബാരാമുള്ള, ശ്രീനഗർ, പൂഞ്ച്, രജൌരി എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന കേസിൽ ഇന്നലെ കശ്മീരിലുടനീളം NIA പരിശോധന നടത്തിയിരുന്നു. നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ സംഘടനയുടെ ഓഫീസുകളിലായിരുന്നു പരിശോധന. 16 കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. കന്നഡ നാട്ടിൽ ആര് കൊടിപാറിക്കും? BJP വിജയം ആവർത്തിക്കുമോ? കോൺഗ്രസിന് പിടിവള്ളിയാകുമോ കർണാടക? കിങ്ങാകുമോ കുമാരസ്വാമി? എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശകലനം കന്നഡ ജനമന പോൾ ഓഫ് പോൾസ് നാളെ വൈകിട്ട് 6:30 മുതൽ. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതീക്ഷിച്ചത്ര മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് K. സുധാകരൻ. മനഃപൂർവ്വമല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് അതിന് കാരണമെന്നും പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC ദ്വിദിന ലീഡേഴ്സ് മീറ്റിലാണ് സുധാകരന്റെ ഈ തുറന്നു പറച്ചിൽ. സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി 2 തവണ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് പ്രവർത്തകരുടെ മനോവീര്യം വീണ്ടെടുക്കാൻ K. സുധാകരനെ KPCC അധ്യക്ഷനാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. പാർട്ടിയിൽ കേഡർ സംവിധാനം നടപ്പിലാക്കുമെന്നും പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കോൺഗ്രസ് വേദികളിൽ ആവർത്തിച്ച KPCC അധ്യക്ഷന് പക്ഷേ വാക്കുപാലിക്കാനായില്ല. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് ഭാരവാഹിത്വം വീതം വെക്കാൻ കഴിയാതെ പോയതാണ് പുനഃസംഘടന അനിശ്ചിതത്വത്തിലാക്കിയത്. അതിനിടെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന പരുഷ വിമർശനവുമായി K. മുരളീധരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ട് ഇടപെട്ടതോടെയാണ് നേതാക്കൾ തൽക്കാലത്തേക്കെങ്കിലും വിഴുപ്പലക്കൽ അവസാനിപ്പിച്ചത്. അതിനിടയിലാണ് വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ സ്വയം വിമർശനവുമായി K. സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. സംഘടനാ രംഗത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. ആ അക്കൗണ്ടബിലിറ്റി വേണം നമുക്ക്. ഓരോ നാളിന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് ഓരോ പ്രവർത്തകന്റെയും ഓരോ നേതാവിന്റെയും പ്രവർത്തകന്റെയും പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കേരളത്തിന്റെ ചുമതലയുള്ള AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയവർ ദ്വിദിന സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അസൗകര്യം അറിയിച്ച K. സുധാകരന് കത്ത് നൽകിയിരുന്നു. ശശി തരൂർ അമേരിക്കയിൽ ചികിത്സയിലായതിനാൽ പങ്കെടുക്കുന്നുമില്ല. ന്യൂസ് 18 വയനാട്, തിരുവനന്തപുരം. പാന്റിന്റെ പോക്കറ്റിൽ വെച്ച മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവിന് പൊള്ളലേറ്റു. കോഴിക്കോട് റെയിൽവേ ജീവനക്കാരൻ ഫാരിസിനാണ് പൊള്ളലേറ്റത്. പാന്റിന്റെ പോക്കറ്റിലിട്ട ഫോൺ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ഫാരിസ് പറഞ്ഞു. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ കോഴിക്കോട് റെയിൽവേ കോളനിയിലെ ഫാരിസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു സംഭവം? കാലത്ത് വന്നതാ,
സാധാരണ ഡ്യൂട്ടിക്ക് വന്ന് മാർക്കറ്റിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത്. വാഷ്റൂമിൻ്റെ അടുത്ത് നിന്ന് 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് അപ്പം തന്നെ സ്പാർക്ക് വന്നു. തീ ഇങ്ങനെ മൊബൈൽ ചൂടായിരുന്നു ആ സമയത്ത്? ഇല്ല, ചൂടൊന്നും ആയിട്ടില്ല. നോക്കുമ്പോൾ പെട്ടെന്ന് തീയാ കാണുന്നത്, ഇങ്ങനെ നല്ലോണം ആളി കത്തിക്കണം. തീ പിടിച്ചു, പാൻറ് നല്ലോണം കത്തി. ഭാഗ്യത്തിന് തുടക്കൊന്നും ഓവറായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയല്ലേ, കാലിൽ പൊള്ളയിട്ട് എല്ലാവരും കൂടി തീ കണത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. റിയൽമി 8. കുറേ ആയോ വാങ്ങിച്ചിട്ട്? 2 കൊല്ലമായി. ചൂടാകുന്ന പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ചൂടാവണം, ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഇതിൽ തന്നെ യൂസ് ചെയ്ത് അങ്ങനെയാണ് സംഭവിച്ചത്. ഓവർ ടൈറ്റ് ഒന്നുമല്ല, ഞാൻ റെഗുലറായിട്ട് ഇടുന്ന പാൻറ് തന്നെ. വേറെ ഇന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലേ. ഡബിൾ സിം ഇട്ട് ഉപയോഗിക്കുന്നതാണോ? അല്ല, സിംഗിൾ സിം തന്നെ. മുമ്പ് അങ്ങനെ എന്തെങ്കിലും? താനൂർ ബോട്ട് അപകടത്തിൽ അതിലെ പ്രതി ബോട്ടുടമയായ നാസറിനെ കോടതിയിലെത്തിച്ചു. പരപ്പനങ്ങാടി കോടതിയിലാണ് ഇയാളെ എത്തിച്ചത്. അല്പം മുമ്പാണ് നാസറിനെ ഈ കോടതിയിലെത്തിച്ചത്. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആ ബോട്ടിൻ്റെ ഉടമ നാസറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നു. അയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്.